അവസരങ്ങൾ പാഴാക്കരുത്. ഒരു ഗ്രാമത്തിൽ വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടായി. ആ ഗ്രാമത്തിലെ എല്ലാ ആളുകളെയും അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിച്ചു. ഒരു ഭക്തൻ മാത്രം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് മാറാൻ വിസമ്മതിച്ചു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ദൈവം എന്നെ രക്ഷിക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ വെള്ളം പൊങ്ങി തുടങ്ങി. രക്ഷാപ്രവർത്തകർ വീണ്ടും വന്നത് വള്ളത്തിലായിരുന്നു. ഇനി ഇവിടെ നിന്നാൽ അപകടമാണ്, ഈ വള്ളത്തിൽ കയറുക, നിങ്ങളെ രക്ഷിക്കാം. അപ്പോഴും അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാൻ വരുന്നില്ല, എൻ്റെ ദൈവം എന്നെ രക്ഷിക്കും. കുറേ കഴിഞ്ഞപ്പോൾ വെള്ളം പൊങ്ങി. ഇദ്ദേഹത്തിന് അവിടെ നിൽക്കാൻ പറ്റാതെയായി പുരപ്പുറത്ത് കയറി നിന്നു. പുരപ്പുറത്ത് നിന്ന അദ്ദേഹത്തിന് ഹെലികോപ്റ്റർ ഈ ജീവനുണ്ടോ എന്ന് തപ്പുകയായിരുന്നു. ആ പ്രദേശത്ത് ആരെങ്കിലും ജീവനുള്ളവരുണ്ടോ എന്ന് തപ്പുകയായിരുന്നു. അപ്പോൾ ഒരാൾ പുരപ്പുറത്ത് നിൽക്കുന്ന കണ്ട്. അപ്പോൾ ഹെലികോപ്റ്റർ താന്നു വന്ന് കയറിട്ട് കൊടുത്തു. ഇതുവഴി കയറി വരിക, നിന്നെ ഞങ്ങൾ രക്ഷിക്കാം. അപ്പോഴും അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാൻ വരുന്നില്ല, എൻ്റെ ദൈവം എന്നെ രക്ഷിക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ വെള്ളം കൊണ്ട് മൂടി അദ്ദേഹം മരിച്ചു. അദ്ദേഹം നേരെ ദൈവത്തിൻ്റെ അടുത്ത് പോയി ദൈവത്തിനോട് ദേഷ്യപ്പെട്ടു. ഇത്രയും ഭക്തനായ ഞാൻ ഇത്രയും കഷ്ടകാലത്ത് നിന്നപ്പോൾ എന്തുകൊണ്ട് ദൈവമേ നീ എൻ്റെ അടുത്ത് വന്നില്ല, എന്നെ രക്ഷിച്ചില്ല? ദൈവം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് 3 അവസരം ഞാൻ തന്നു, അത് നീ പാഴാക്കി കളഞ്ഞു. ഞാൻ ആദ്യത്തെ അവസരത്തിൽ ഞാൻ നിന്നെ നടന്നു വന്ന് കണ്ടു, രക്ഷിക്കാമെന്ന്. രണ്ടാമത്തെ അവസരം വള്ളത്തിൽ വന്നു, അപ്പോഴും നീ വിസമ്മതിച്ചു. 3ാമത്തെ അവസരം ഹെലികോപ്റ്ററിൽ ഞാൻ കയറിട്ട് തന്നു നിന്നെ രക്ഷിക്കാൻ, അപ്പോഴും നീ വിസമ്മതിച്ചു. പ്രതിസന്ധി കാലങ്ങളിൽ വിവേകത്തോടെ പ്രവർത്തിക്കുക, സമയം പാഴാക്കരുത്.